ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിലെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ജനങ്ങളുടെ മുമ്പിലുണ്ട്. കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു സുപ്രധാന തൊണ്ടി അല്ലെങ്കിൽ തെളിവ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന വിവരം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. അത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോടതി അത് അന്വേഷിക്കാത്തത്? കോടതി വിധിയെ തുടർന്ന് കോടതി വിധിയോട് ജനങ്ങളുടെ പ്രതികരണം വൈകാരികമാവുക എന്നുള്ളതൊക്കെ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് അയാളെ വെറുതെ വിട്ടത്, അല്ലെങ്കിൽ അയാളെ എന്തിനാണ് തൂക്കി കൊന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണക്കാർ ചോദിക്കും. കാരണം സാധാരണക്കാരുടെ വൈകാരികമായ യുക്തിയാണ്, കോടതിക്ക് വേറെ തരം യുക്തിയാണ്, കോടതിക്കും അഭിഭാഷകർക്ക് വേറെ യുക്തിയാണ്. പക്ഷേ ഈ കേസിൽ, ഈ ഈ കേസിൽ, ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഇതിലെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള ജനങ്ങളുടെ മുമ്പിലുണ്ട്. കാരണം ഇതിലൊരു ക്രൈം നടന്നു. ആ ക്രൈം നടന്നതിൽ ഒരു കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം. ഇതിൻ്റെ ജുഡീഷ്യൽ പ്രോസസ്സ് തന്നെ ഒരു ക്രൈമാണ് എന്ന് ആളുകൾക്ക് തോന്നുന്നു. ഈ ജുഡീഷ്യൽ പ്രോസസ്സ് തന്നെ ഒരു ക്രൈമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കേസാണിത്. എന്താ അതിൻ്റെ കാരണം? ഇപ്പോൾ ഇതിൽ ദിലീപിനെ എന്തുകൊണ്ടാണ് വെറുതെ വിടുന്നത് എന്ന് ഈ ജഡ്ജ്മെൻറ്റിൽ കോടതി വിശദമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയ്ക്കുള്ള പ്രത്യക്ഷ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. പ്രത്യക്ഷ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്രൈം നടന്ന സമയത്തിന് മുമ്പും ശേഷവും ഈ പറയുന്ന A1ഉം A8ഉം ദിലീപും പൾസർ സുനിയും തമ്മിൽ സംസാരിച്ചതിൻ്റെ കോൾ റെക്കോർഡ്സ് ഡീറ്റെയിൽസ് തെളിവായിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ഇവർ ഗൂഢാലോചന നടത്തിയെന്ന് തെളിയിക്കുന്നില്ല. അല്ലെങ്കിൽ എന്ത് വേണം? ഇവർ ഫോണിൽ സംസാരിച്ചതിൻ്റെ റെക്കോർഡ് വേണം. അവരെന്താണ് സംസാരിച്ചതെന്നുള്ള റെക്കോർഡ് കൊണ്ടുവരണം. ഇപ്പോൾ ഇതിങ്ങനെ ഈ ക്രൈം കൊട്ടേഷൻ കൊടുക്കുന്നതാണോ, അല്ലെങ്കിൽ കൊട്ടേഷൻ സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കുന്നതാണോ, അത്ര ശബ്ദരേഖകളില്ല, അതുകൊണ്ട് ഇത് തെളിയുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ സാക്ഷിമൊഴികൾ എന്ന് പറഞ്ഞാൽ സാക്ഷിമൊഴികളുടെ വാല്യൂ വ്യത്യാസമാണ്. അതിൽ അക്യൂസിൽപ്പെട്ട ഒരാൾ കൊടുക്കുന്ന മൊഴി ഇത് ദിലീപ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ അതിന് അത്രയും വാല്യൂ ഉള്ളൂ, അതിൻ്റെ തെളിവ് മൂല്യം അത്രയേ ഉള്ളൂ. സ്വതന്ത്ര സാക്ഷിമൊഴികളില്ല എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ ഇങ്ങനെ തെളിവില്ല, പ്രത്യക്ഷ തെളിവുകളില്ല, കൊറാബറേറ്റീവ് എവിഡൻസ് ഇല്ല, ഇൻഡിപെൻഡൻറ്റ് സാക്ഷിമൊഴികളില്ല എന്നാണ് ഈ പ്രതിയെ വിട്ടയക്കാൻ വേണ്ടി ഈ വിധിന്യായത്തിൽ പറയുന്ന കാര്യം. പക്ഷേ അത് കൂടാതെ മറ്റൊരു വാദം കൂടി പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു. ആ വാദം, അതായത് A8 എന്ന് പറയുന്ന ദിലീപിനെ ഈ കേസിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ടാമ്പർ ചെയ്യപ്പെട്ടു. അത് വസ്തുതയാണല്ലോ, അത് കോടതി പോലും സമ്മതിക്കുന്ന കാര്യമാണ്. ഓക്കെ, ഈ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ടാമ്പർ ചെയ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇത് അന്വേഷിക്കണമെന്ന ആവശ്യം വിചാരണ കോടതി തള്ളിയിട്ടാണ് ഹൈക്കോടതി പോകുന്നത്. അതായത് കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു സുപ്രധാന തൊണ്ടി അല്ലെങ്കിൽ തെളിവ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്ന വിവരം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. അത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് കോടതി അത് അന്വേഷിക്കാത്തത്? അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കൊടുക്കാതിരിക്കുന്നു. എന്നിട്ട് വീണ്ടും അതിജീവിത ഹൈക്കോടതിയിൽ പോകുന്നു, ഇതൊരു SIT കൊണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഹൈക്കോടതി ആ ആവശ്യം തള്ളുന്നതോടെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നത്.